വർഷങ്ങളായി മലയാള സിനിമയിലെ നിറസാന്നിധ്യമാണ് നന്ദലാൽ കൃഷ്ണമൂർത്തി എന്ന നന്ദു. ഏത് വേഷമെടുത്താലും തന്മയത്തോടു കൂടി അഭിനയിക്കുന്നത് നന്ദു എന്ന നടൻ്റെ പ്രത്യേകതയാണ്. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫറിലും എമ്പുരാനിലും നന്ദു ശ്രദ്ധേയമായ വേഷം ചെയ്തിരുന്നു. ഇപ്പോഴത്തെ നന്ദുവിൻ്റെ പഴയകാല സിനിമകൾ വെളിപ്പെടുത്തുന്ന ഒരു പരിപാടി സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയാണ്. അതിലൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നന്ദുവിനുണ്ടായ പേടിപ്പെടുത്തുന്ന അനുഭവമാണ് ഇപ്പോൾ താരം വെളിപ്പെടുത്തുന്നത്. അതിലൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുമ്പോഴുണ്ടായ പേടിപ്പെടുത്തുന്ന അനുഭവം എല്ലാവരെയും ഞെട്ടിക്കും. ബാംഗ്ലൂരിലെ ഒരു ലൊക്കേഷനിലേക്ക് പോകുന്നതിനിടെ വഴിതെറ്റി കാട്ടുകൊള്ളക്കാരൻ വീരപ്പൻ്റെ ഗ്രാമത്തിലെത്തിയതും അവിടെ നിന്ന് രക്ഷപ്പെട്ട സംഭവത്തെക്കുറിച്ചുമാണ് നന്ദു ഇപ്പോൾ തുറന്നു പറയുന്നത്. നന്ദുവിൻ്റെ വാക്കുകളിലേക്ക്, ആഹ എന്ന ചിത്രത്തിൻ്റെ ബാംഗ്ലൂർ ഷെഡ്യൂളിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് പോവുകയായിരുന്നു. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഞാനുമുണ്ട്, പൊന്നിയൂർ ദാസേട്ടനുമുണ്ട്. നടൻ രാജീവ് രംഗനും ആ ചിത്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ 4-5 പേർ അവിടെ നിന്ന് കാറിൽ യാത്ര തിരിച്ചു. ബാംഗ്ലൂരിൽ എത്തുന്നതിന് മുമ്പ് ഒരു സ്ഥലത്ത് പോലീസ് നിൽക്കുന്നുണ്ട്. അവിടെ ഡീവിയേഷൻ ബോർഡ് വെച്ചിട്ടുണ്ട്. ചോദിച്ചപ്പോൾ മരം മുറിഞ്ഞ് വീണിട്ടുണ്ടെന്നും വഴിമാറി പോകണമെന്നും പറഞ്ഞു. വേറെ റോഡിൽ കയറി തിരിഞ്ഞു പോയാൽ ഈ ഹൈവേയിലേക്ക് കയറാമെന്ന് പോലീസുകാരൻ പറഞ്ഞു. ഒരു ലോറി ഞങ്ങളുടെ മുന്നിലൂടെ പോകുന്നുണ്ട്. ആ ലോറിയുടെ പിറകിലൂടെ ഞങ്ങൾ യാത്ര തിരിച്ചു. ആ ലോറി എവിടെയാണ് നിർത്തിയതെന്ന് ഞങ്ങൾ സംസാരിക്കുന്നതിനിടെ കണ്ടില്ല. ഞങ്ങൾ ആ ലോറിയെ പാസ് ചെയ്തു പോയി. രാത്രി 11:30 മണി എന്തോ ആയിരുന്നു. അപ്പോൾ കുറേ ദൂരം കാട്ടിലേക്ക് പോയിട്ടും തിരിയാനുള്ള വഴിയൊന്നും ഞങ്ങൾ കാണുന്നില്ല. അപ്പോൾ മനസ്സിലായി സംഗതി കൈവിട്ട് പോയി എന്ന്. എതിരെ വരുന്ന ലോറിയെ കൈ കാണിച്ച് നിർത്തി വഴി തെറ്റി എന്ന കാര്യം പറഞ്ഞു. നിങ്ങൾ ഒരുപാട് ദൂരം വന്നെന്നും തിരിച്ചു പോകണമെന്നും ആ ലോറിക്കാരൻ തമിഴിൽ പറഞ്ഞു. ഞങ്ങൾ വളച്ച് ആ ലോറിക്ക് പിറകെ പോയി. അങ്ങനെ ഞങ്ങൾ ശരിയായ വഴിക്ക് പോയി. ഒരു 3 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ചായ കുടിക്കാൻ ഒരു കടയിൽ കയറി. അതൊരു മലയാളിയുടെ കടയായിരുന്നു. വഴി തെറ്റി കാട്ടിലേക്ക് പോയ കാര്യം അവരോട് പറഞ്ഞപ്പോൾ നിങ്ങളുടെ സമയം കൊള്ളാം എന്നാണ് അയാൾ ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ ചെന്നു കയറിയത് വീരപ്പൻ്റെ സ്ഥലത്തേക്കായിരുന്നു. കേരള രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് മാത്രം ഞങ്ങൾ രക്ഷപ്പെട്ടു. തമിഴ്നാട് കർണാടക രജിസ്ട്രേഷൻ വണ്ടിയാണെങ്കിൽ ഞങ്ങൾക്ക് ഇടിയും തന്ന് ചിലപ്പോൾ വെടിവെച്ച് കൊന്നേനെ എന്നു അയാൾ ഞങ്ങളോട് പറഞ്ഞു. ആ സമയത്ത് കാറിനകത്ത് പോലീസ് റെയ്ഡൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. കേരളത്തിലെ ആൾക്കാർ ആരും അങ്ങോട്ട് പോയിട്ടില്ല. ഞങ്ങൾ വഴി തെറ്റിപ്പോയത് വീരപ്പൻ്റെ സ്ഥലത്തേക്കാണ്. അത് കേട്ടപ്പോൾ ശരിക്കും പേടിച്ചു പോയി. വീരപ്പൻ്റെ ഗ്രാമത്തിലേക്കുള്ള വഴിയിലാണ് ഞങ്ങൾ ചെന്ന് കയറി കൊടുത്തത്. വർഷങ്ങളോളമായി മലയാള സിനിമയിലും അതുപോലെ തന്നെ മിനി സ്ക്രീൻ രംഗത്തും ഒരുപോലെ സജീവമാണ് നന്ദലാൽ കൃഷ്ണമൂർത്തി എന്ന നന്ദു. സിനിമയിലും സീരിയലിലും ഒരുപോലെ സജീവമായ നന്ദു തൻ്റെ അഭിനയ പ്രാവീണ്യം കൊണ്ട് ഒരുപാട് ആരാധകരെ നേടിയെടുക്കാൻ സാധിച്ചു.